നമസ്കാരം. ഇന്ന് ലോക ആന ദിനം. ഈ ആന ദിനത്തിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ആനത്താവളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ആനത്താവളം സ്ഥിതി ചെയ്യുന്നത് പുത്തൻകുളത്താണ്. പുത്തൻകുളത്തിലെ ആനത്താവളത്തിലെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. സൂര്യചന്ദ്രന്മാർ അടക്കി വാഴുന്ന വിണ്ണിന് കീഴെ ഗജരൂപം പൂണ്ട് അവതാരമെടുത്ത സഖ്യപുത്രന്മാർ വാഴുന്നിടം. ഒരിക്കൽ മാത്രം പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത പെരുമ പേരിനൊപ്പം എഴുതി ചേർത്ത ഇടം. എത്ര കണ്ടാലും എത്ര കേട്ടാലും മടുക്കാത്ത കാന്തിയും മറക്കാത്ത പെരുമയുമായി ആന മലയാളത്തിന്റെ മണ്ണിൽ കൊല്ലം ജില്ലയിൽ പുത്തൻകുളത്ത് ഗജരാജാക്കന്മാർക്കായ ഒരാലയം, കാവേരി ആനത്താവളം. ആനയേക്കാൾ വലുപ്പമുണ്ട് ആനക്കഥകൾക്ക്. ആനയുടെ സ്നേഹത്തിന്റെയും പകയുടെയും പേടിപ്പെടുത്തലിന്റെയും ജീവിതാനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഗുരുവായൂർ കേശവൻ എക്കാലത്തെയും ആനക്കേമനായി നമ്മുടെ മനസ്സിലുണരുമ്പോൾ നട്ടെല്ലിലൂടെ തലച്ചോറിലേക്ക് അരിച്ചു കയറുന്ന ഭീതിയായി കവളപ്പാറ കൊമ്പനും അവന്റെ കൊലവിളിയും മറുവശത്ത് നിൽപ്പുണ്ട്. ഇന്ത്യയിലെ മറ്റേതൊരു ജനതയെക്കാളും ആനയെന്ന വന്യജീവിക്ക് മലയാളിയുടെ ജീവിതത്തിൽ ഇഴപിരിക്കാനാവാത്ത ബന്ധമുണ്ട്. ഇന്ത്യയിലെ മറ്റേതൊരു ജനതയെക്കാളും ആനയെന്ന വന്യജീവിക്ക് മലയാളിയുടെ ജീവിതത്തിൽ ഇഴപിരിക്കാനാവാത്ത ബന്ധമുണ്ട്. ഉത്സവപ്പറമ്പുകളിൽ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി തെച്ചിക്കോട് രാമചന്ദ്രനും, അഴകിന്റെ തമ്പുരാനായി പാമ്പാടി രാജനും, പുതുപ്പള്ളി കേശവനും, ഗുരുവായൂർ ഇന്ദ്രസേനനും, ചിറക്കൽ കാളിയും, ഈരാറ്റുപേട്ട അയ്യപ്പനും, പുതുപ്പള്ളി കേശവനും, ഗുരുവായൂർ വലിയ കേശവനും, കുട്ടോളി അനന്തനും, ഇങ്ങനെ കേമന്മാരുടെ നീണ്ട നിര തന്നെയുണ്ട്. ആദ്യത്തെ ആന ഗിരിജ, അത് ലക്ഷ്മി എന്ന് പറഞ്ഞത്. അതിന്റെ കുട്ടി ശിവൻ. ആന ഇപ്പൊ എറണാകുളത്ത്. പിന്നെ അത് പല ആനകൾക്കും പല പീരീഡുകളായിട്ടാണ്. ചിലത് 2 മാസം നിൽക്കും, ചിലത് 3 മാസം. ആ സമയത്ത് നമ്മൾ ആനകളെ അയക്കുകയോ കൈകാര്യം ചെയ്യുകയൊന്നും ഇല്ല. ആന കെട്ടിയിൽ തന്നെ നിർത്തിയിരുന്ന് അതിന് തണുത്ത ആഹാരങ്ങൾ കൊടുത്ത് അതിൻ്റെ മതം വീരനിറം വരാതായിരിക്കും. നമ്മളിന്ന് കേരള വനംവകുപ്പ് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ വേൾഡ് തലത്തിൽ നിന്ന് എലിഫന്റ്, അതായത് ആന ദിനമെന്ന് പറഞ്ഞ് ആചരിക്കുക. നമുക്ക് ആനകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏഷ്യൻ ആന, ആഫ്രിക്കൻ ആന എന്ന് പറഞ്ഞ് 2 തരമേ നമുക്കുള്ളൂ. അതായത് വേൾഡിൽ മൊത്തത്തിൽ നമ്മളിവിടെയൊക്കെ കാണപ്പെടുന്നത് ഏഷ്യൻ ആനയാണ്. പിന്നെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 15,000 കഴിഞ്ഞ ഇപ്പോൾ 2024 സെൻസസ് പ്രകാരം 15,000 ആനകൾ നമുക്ക് ഉണ്ടെന്നാണ് പറയണത്. അതായത് നാട്ടാനകളും വനത്തിലുള്ള സെൻസസ് കഴിഞ്ഞപ്പോൾ കണക്ക്. ആക്ച്വൽ കണക്കായിരിക്കില്ല വനത്തിലുള്ളത്. ഇവിടെ ഉണ്ട്, നിലവിലുണ്ട്, കാണാം. 3 പേരോട് അത് ഒന്ന് കേശവൻ, ഒന്ന് വിക്രം, ഒന്ന് മോദി. അതവിടെ നിൽക്കുന്നു, എന്നാൽ കാണാം. അതിൻ്റെ അടുത്ത് പോകാനൊക്കെ ആർക്കും. തിരുവമ്പാടി ശിവസുന്ദർ, ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ, അടിയാട്ട് അയ്യപ്പൻ, ചെർപ്പളശ്ശേരി പാർത്തൻ, മംഗലാംകുന്ന് കർണൻ, മംഗലാംകുന്ന് അയ്യപ്പൻ തുടങ്ങി അകാലത്തിൽ അരങ്ങൊഴിഞ്ഞ കേമന്മാരുടെ വലിയൊരു നിര തന്നെയുണ്ട്. ആനത്താവളത്തിലെത്തുന്ന സന്ദർശകർക്ക് ആനയുടെ ജീവിത രീതികളെക്കുറിച്ചും പരിപാലനത്തെപ്പറ്റിയും വിശദമായ വിവരണം നൽകുന്നതിന് ഉടമയായ ശ്രീ ഷാജിയും ജീവനക്കാരും സദാ സന്നദ്ധരാണ്. സന്ദർശകരായ മുതിർന്നവർക്കും കുട്ടികൾക്കും ആനന്ദം പകർന്നു നൽകുന്നതോടൊപ്പം അറിവും ലഭിക്കുന്നു. ഇവിടെ പാർക്കും മറ്റ് പക്ഷിമൃഗാദികളും വിശ്രമ കേന്ദ്രങ്ങളും വിശാലമായ പാർക്കിങ്ങും സജ്ജീകരിച്ചിരിക്കുന്നു. മതപ്പാടിലുള്ള ആനകൾക്ക് പ്രത്യേക പരിചരണ കേന്ദ്രവും ചികിത്സയും പരിപാലനവും നടത്തിവരുന്നു. കേരളത്തിൻ്റെ ആനപ്രേമി സംഘങ്ങൾക്ക് സ്നേഹാദരവോടെ 6-ാം തമ്പുരാന്റെ ഈ വ്ലോഗ് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
കൊടുങ്ങൂർ